ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയാണല്ലോ ഗുരുവായൂർ അമ്പലനടയിൽ. വിപിൻ ദാസ് സംവിധാനം ചെയ്ത പൃഥ്വിരാജ്, ഒപ്പം തന്നെ ബേസിൽ ജോസഫ് തുടങ്ങിയവർ അഭിനയിച്ച വൻ താരനിരയോട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ആദ്യ ദിവസം തന്നെ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായതോടെ ഈ വർഷത്തിലെ അടുത്ത ഹിറ്റ് സിനിമ എന്ന് നിസ്സംശയം പറയാവുന്ന സിനിമയായിട്ട് മാറിയിരിക്കുകയാണല്ലോ. തിയേറ്റർ റിലീസിന് മുന്നേ വളരെ മികച്ച പ്രൊമോഷനാണ് സിനിമയുടെ അണിയർ പ്രവർത്തകർ കേരളത്തിലും ദുബായിലും അടക്കമെല്ലാം തന്നെ നടത്തിയത്. ആകെ മൊത്തത്തിൽ വലിയൊരു ഹൈപ്പിലേക്ക് സിനിമ പോയിട്ടില്ല എങ്കിൽ പോലും മികച്ചൊരു പ്രീസെൽ കളക്ഷൻ ആയിരുന്നു നേടിയെടുത്തത്. ഒരുപാട് പ്രേക്ഷകർ സിനിമയുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾക്ക് ശേഷമുള്ള ബുക്കിംഗ് വർധനയിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ ചെറിയൊരു ശതമാനം പേർ സിനിമ തകരാനായിട്ടോ ഒപ്പം തന്നെ സിനിമയെ ഡിഗ്രേഡ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിച്ചെങ്കിൽ പോലും സിനിമയ്ക്ക് ലഭ്യമായ പോസിറ്റീവ് അഭിപ്രായങ്ങളിൽ അതെല്ലാം തന്നെ ഒഴുകി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. പൃഥ്വിരാജിന്റെ സിനിമയാണെങ്കിലും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ സ്റ്റാറിന്റെ സിനിമയെല്ലാം തന്നെ ആണെങ്കിലും ആദ്യ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ആ സിനിമ തകർക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് എന്നത് നിങ്ങൾക്ക് തന്നെ അറിവുള്ളതാണല്ലോ. എന്തായാലും സിനിമയ്ക്കെതിരെ ഡിഗ്രേഡിംഗ് ഒട്ടും തന്നെ ഏൽക്കാതെ പോകുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യ പകുതിയുടെ അത്രത്തോളം രണ്ടാം പകുതി എത്തപ്പെട്ടിട്ടില്ല എന്നൊരു അഭിപ്രായം നേരിടുത്തെങ്കിൽ പോലും സിനിമ മോശം എന്നൊരു അഭിപ്രായം ഒരു കോണിൽ നിന്നും നിലവിൽ ഇതുവരെ ഉയർന്നിട്ടില്ല. എന്തായാലും ഗുരുവായൂർ അമ്പലനടയിൽ ആദ്യ ദിവസം വമ്പൻ കളക്ഷൻ നേടിയെടുക്കും എന്നതിന്റെ സൂചനയാണ് ബുക്കിംഗ് എല്ലാം തന്നെ നൽകുന്നത്. 3-4 കോടി റേഞ്ചിൽ എന്തായാലും കേരളത്തിൽ സിനിമ നിലവിൽ കളക്ഷൻ ഉറപ്പാക്കിയിട്ടുണ്ട്. മണിക്കൂറിൽ 10,000-ത്തിലധികം ടിക്കറ്റുകളെല്ലാം തന്നെ ബുക്ക് മൈ ഷോ വഴി വിറ്റഴിക്കപ്പെട്ടുകൊണ്ട് വൻ തരംഗമാകുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സിനിമയുടെ എസ്റ്റിമേറ്റ് കളക്ഷൻ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ. അങ്ങനെ ആകെ മൊത്തം പോസിറ്റീവ് വൈബുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സിനിമയെക്കുറിച്ച് നിലവിൽ വരുന്ന ഒരു നെഗറ്റീവ് വാർത്ത എന്തെന്നാൽ നിലവിലെ കാലാവസ്ഥയാണ്. നമ്മുടെ കേരളത്തിലെ കാലവർഷം തുടങ്ങാനായിട്ടിരിക്കുകയാണ്. ഈ ശനിയാഴ്ച മുതൽ കേരളത്തിൽ ശക്തമായ മഴ തുടങ്ങുമെന്നാണ് വിവരം. ഇതിനോടകം തന്നെ കേരളത്തിലെ പല ജില്ലകളിലും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത 2 ആഴ്ച നല്ല മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥ പ്രവചനമെല്ലാം തന്നെ വന്നിരിക്കുന്നത്. എന്തായാലും ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയെ മഴ ബാധിക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കാം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് ഉൾപ്പെടെയുള്ള വരും ദിവസ വാർത്തകൾ അറിയാനായിട്ട്.